ഡിയർ സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഫ്രഞ്ച് വിപ്ലവത്തെക്കുറിച്ചാണ്. നവോത്ഥാന കാലഘട്ടത്തിലെ മാറ്റങ്ങൾക്ക് ശേഷം യൂറോപ്പിന്റെ ചരിത്രത്തെ നിർണായകമായി സ്വാധീനിച്ച ഒരു ജനമുന്നേറ്റമായിരുന്നു ഇത്. ഫ്രാൻസിലെ രാഷ്ട്രീയ കാര്യങ്ങൾ വളരെ ചൂടുപിടിച്ചതായിരുന്നു. സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നീ ആശയങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതാണ് ഈ വിപ്ലവം. ഫ്രാൻസിലെ ഏകാധിപത്യ ഭരണം. ഫ്രാൻസിൽ നിലനിന്നിരുന്ന ഏകാധിപത്യ ഭരണത്തിനെതിരെയാണ് ഈ ജനമുന്നേറ്റം ഉയർന്നുവന്നത്. ബൂർബൺ രാജവംശമായിരുന്നു പതിറ്റാണ്ടുകളായി ഫ്രാൻസ് ഭരിച്ചിരുന്നത്. ഈ രാജാക്കന്മാർ രാജാധികാരം ദൈവത്തിൽ നിന്ന് ലഭിച്ചതാണെന്ന് വിശ്വസിച്ചിരുന്നു. അതിനാൽ അവർ ദൈവത്തോട് മാത്രമാണ് കടപ്പെട്ടിരിക്കുന്നത്, ജനങ്ങളോടല്ല എന്നും അവർ കരുതി. ഞാനാണ് രാഷ്ട്രമെന്ന് പ്രഖ്യാപിച്ച ലൂയി 14 ഈ രാജവംശത്തിലെ പ്രധാനിയായിരുന്നു. എസ്റ്റേറ്റ്സ് ജനറൽ എന്ന പേരിൽ ഒരു പാർലമെന്റ് ഉണ്ടായിരുന്നെങ്കിലും 1614 ശേഷം ഇത് വിളിച്ചു ചേർത്തിരുന്നില്ല. ലൂയി 14 തുടർന്ന് അധികാരത്തിലെത്തിയ ലൂയി 15 ഭരണത്തിലെ അഴിമതിയും ധൂർത്തും യുദ്ധങ്ങളും രാജ്യത്തെ ദുരിതത്തിലാക്കി. ധൂർത്തിന് പണം കണ്ടെത്താൻ അദ്ദേഹം പുതിയ നികുതികൾ അടിച്ചേൽപ്പിച്ചു. പിന്നീട് അധികാരമേറ്റ ലൂയി 16 ഭരണകാര്യങ്ങളിൽ താൽപര്യം കാണിച്ചില്ല. അദ്ദേഹത്തിന്റെ രാജ്ഞിയായിരുന്ന മാരി ആന്റോയിനറ്റ് ഭരണത്തിൽ നിരന്തരം ഇടപെടുകയും അവരുടെ ധൂർത്ത് ജനങ്ങളിൽ വലിയ അസംതൃപ്തിയുണ്ടാക്കുകയും ചെയ്തു. ഫ്രഞ്ച് സമൂഹത്തിന്റെ അവസ്ഥ. 18-ാം നൂറ്റാണ്ടിൽ ഫ്രഞ്ച് സമൂഹം 3 തട്ടുകളായി വിഭജിക്കപ്പെട്ടിരുന്നു. ഒന്നാം എസ്റ്റേറ്റ്, പുരോഹിതർ. ഫ്രാൻസിലെ കത്തോലിക്കാ സഭ വളരെ സമ്പന്നമായിരുന്നു. ഭൂസ്വത്വത്തിന്റെ വലിയൊരു ഭാഗം സഭയുടെ ഉടമസ്ഥതയിലായിരുന്നു. പുരോഹിതർക്ക് എല്ലാ നികുതികളിൽ നിന്നും ഒഴിവാക്കിയിരുന്നു. അവർ സാധാരണ കർഷകരിൽ നിന്ന് ടൈത്ത് എന്ന പേരിൽ വിളവിന്റെ 10-1 നികുതിയായി പിരിച്ചെടുത്തിരുന്നു. ഇത് കർഷകരിൽ അവർക്കെതിരെ വിരോധമുണ്ടാക്കി. രണ്ടാം എസ്റ്റേറ്റ്, പ്രഭുക്കന്മാർ. ഭരണരംഗത്തും സൈന്യത്തിലും ഉയർന്ന പദവികൾ കൈയടക്കിയിരുന്നത് പ്രഭുക്കന്മാരായിരുന്നു. അവർ ആഡംബര ജീവിതം നയിക്കുകയും ജനങ്ങളിൽ നിന്ന് പലതരം നികുതികൾ പിരിക്കുകയും ചെയ്തു. കോവി, ബെനാലിറ്റി, ബെൻവിൻ, പിയേഷ്, ടെരാഷ് തുടങ്ങിയ നികുതികളിലൂടെ അവർ സാധാരണക്കാരെ ചൂഷണം ചെയ്തിരുന്നു. മൂന്നാം എസ്റ്റേറ്റ്, സാധാരണക്കാർ. മധ്യവർഗവും തൊഴിലാളികളും കർഷകരും അടങ്ങുന്നതായിരുന്നു മൂന്നാം എസ്റ്റേറ്റ്. ഇവർക്ക് രാജാവിനും പള്ളിക്കും പ്രഭുവിനും പലതരം നികുതികൾ നൽകേണ്ടിവന്നിരുന്നു. ഗാബൽ എന്നൊരു നികുതി ഉപ്പിനു മാത്രമായി മാറിയത് വളരെ ജനവിരുദ്ധമായിരുന്നു. ഈ വിഭാഗത്തിൽ ഭൂരിഭാഗം ജനങ്ങളും ദാരിദ്ര്യത്തിലായിരുന്നു ജീവിച്ചിരുന്നത്. സൈനിക സേവനവും പൊതുമരാമത്തു പണികളും പോലുള്ള നിർബന്ധിത സേവനങ്ങളും അവർക്ക് ചെയ്യേണ്ടി വന്നിരുന്നു. മധ്യവർഗത്തിന്റെ ഉദയം. 18-ാം നൂറ്റാണ്ടിൽ ഫ്രാൻസിൽ ഒരു മധ്യവർഗം ഉയർന്നുവന്നു. കാർഷിക-വ്യാവസായിക പുരോഗതിയും ആഭ്യന്തര വാണിജ്യവും കോളനികളുമായുള്ള കച്ചവടവും ഇവരുടെ വളർച്ചയ്ക്ക് കാരണമായി. ഡോക്ടർമാർ, നിയമജ്ഞർ, ബാങ്കർമാർ തുടങ്ങിയവർ ഈ വിഭാഗത്തിൽ ഉണ്ടായിരുന്നു. സാമ്പത്തികമായും വിദ്യാഭ്യാസപരമായും മുൻപന്തിയിലായിരുന്നിട്ടും ഭരണത്തിലും സൈന്യത്തിലും അവർക്ക് അർഹമായ പദവികൾ ലഭിച്ചിരുന്നില്ല. അതിനാൽ കടുത്ത അസംതൃപ്തിയോടെയാണ് അവർ കഴിഞ്ഞിരുന്നത്. സാമ്പത്തിക പ്രതിസന്ധി. 1770കളിൽ ഫ്രാൻസിലെ കാർഷിക മേഖല കടുത്ത പ്രതിസന്ധി നേരിട്ടു. ഇത് ധാന്യങ്ങളുടെയും റൊട്ടിയുടെയും വില വർദ്ധിക്കുന്നതിന് കാരണമായി. ബ്രിട്ടനുമായി ഒപ്പുവെച്ച കച്ചവട കരാർ കാരണം ബ്രിട്ടീഷ് ഉൽപ്പന്നങ്ങൾ ഫ്രഞ്ച് വിപണിയിൽ നിറയുകയും തദ്ദേശീയ കരകൗശല തൊഴിലാളികൾക്ക് തൊഴിൽ നഷ്ടപ്പെടുകയും ചെയ്തു. ഇതെല്ലാം കർഷകരെയും തൊഴിലാളികളെയും ഭരണകൂടത്തിനെതിരെ തിരിയാൻ പ്രേരിപ്പിച്ചു. ചിന്തകന്മാരുടെ സ്വാധീനം. വോൾട്ടയർ, റൂസോ, മൊണ്ടെസ്ക്യൂ തുടങ്ങിയ ചിന്തകന്മാരുടെ ആശയങ്ങൾ ഫ്രഞ്ച് ജനതയെ ഉണർത്താൻ സഹായിച്ചു. വോൾട്ടയർ പുരോഹിതരെ വിമർശിക്കുകയും മാനുഷിക മൂല്യങ്ങൾക്ക് പ്രാധാന്യം നൽകുകയും ചെയ്തു. റൂസോ സാമൂഹിക ഉടമ്പടി എന്ന കൃതിയിലൂടെ രാജാവിന് ജനങ്ങളെ ഭരിക്കാനുള്ള അധികാരം നഷ്ടപ്പെട്ടെന്ന് വാദിച്ചു. മനുഷ്യൻ സ്വതന്ത്രനായി ജനിക്കുന്നു, എന്നാൽ അവൻ എല്ലായിടത്തും ചങ്ങലയിലാണ് എന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. മൊണ്ടെസ്ക്യൂ ഗവൺമെന്റിന്റെ അധികാരത്തെ നിയമനിർമ്മാണം, ഭരണനിർവഹണം, നീതിന്യായം എന്നിങ്ങനെ 3ആയി വിഭജിക്കണമെന്ന് നിർദ്ദേശിച്ചു. അദ്ദേഹത്തിന്റെ പ്രശസ്ത കൃതിയാണ് നിയമത്തിന്റെ ആത്മാവ് എന്നത്. എസ്റ്റേറ്റ്സ് ജനറൽ സമ്മേളിക്കുന്നു. സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാൻ ലൂയി 16 175 വർഷങ്ങൾക്ക് ശേഷം എസ്റ്റേറ്റ്സ് ജനറൽ വിളിച്ചുചേർക്കാൻ തീരുമാനിച്ചു.
ഫ്രഞ്ച് സമൂഹത്തെപ്പോലെ എസ്റ്റേറ്റ്സ് ജനറലും 3 എസ്റ്റേറ്റുകളായി വിഭജിക്കപ്പെട്ടിരുന്നു. ഓരോ എസ്റ്റേറ്റിനും ഓരോ വോട്ടെന്നതായിരുന്നു നിലനിന്നിരുന്ന രീതി. എന്നാൽ ഭൂരിപക്ഷം വരുന്ന 3-ാം എസ്റ്റേറ്റിലെ പ്രതിനിധികൾ 3 എസ്റ്റേറ്റുകളും ഒരുമിച്ച് സമ്മേളിക്കണം എന്ന് ആവശ്യപ്പെട്ടു. ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ. 1-2 എസ്റ്റേറ്റുകൾ ഇതിനോട് യോജിക്കാത്തതിനെ തുടർന്ന് 3-ാം എസ്റ്റേറ്റിലെ അംഗങ്ങൾ തങ്ങളാണ് ഫ്രാൻസിന്റെ യഥാർത്ഥ പ്രതിനിധികൾ എന്ന് പ്രഖ്യാപിക്കുകയും തങ്ങളുടെ സഭയെ ഫ്രഞ്ച് നാഷണൽ അസംബ്ലി എന്ന് വിളിക്കുകയും ചെയ്തു. ലൂയി 16-ാമൻ ഈ സഭ സമ്മേളിച്ചിരുന്ന ഹാൾ അടച്ചതോടെ അവർ തൊട്ടടുത്തുള്ള ടെന്നീസ് കോർട്ടിൽ സമ്മേളിച്ചു. ഒരു ഭരണഘടന തയ്യാറാക്കുന്നതുവരെ പിരിഞ്ഞു പോകില്ല എന്ന് അവർ പ്രതിജ്ഞയെടുത്തു. ഇതാണ് പിന്നീട് ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ എന്നറിയപ്പെട്ടത്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. ഇനി ബാക്കി അടുത്ത ക്ലാസ്സിൽ